ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കി. അപ്പോൾ വിചാരിച്ചെന്നാൽ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാം. വളരെ ഈസിയാണ്. ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം ഇങ്ങനത്തെ ചോറ് കഴിക്കാനാണ്. അപ്പോൾ അത് കാരണം ഞാനൊരു ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഒരുപാട് പച്ചക്കറിയൊന്നുമില്ല, മക്കൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ അവരതൊന്ന് പെറുക്കി വെക്കും, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനെടുത്തത് ബീൻസ്, ക്യാരറ്റ്, പിന്നെ ഒരു ഉള്ളി ഒന്നേ എടുത്തുള്ളൂ. ഒന്ന് നമ്മൾ ഈ എണ്ണയിൽ വറുത്തിട്ടിടാൻ വേണ്ടിയിട്ട് എടുത്താണ്. പിന്നെ സോയ ചങ്ക്സ് എടുത്തു. പിന്നെ ഗ്രീൻ പീസ് ഞാൻ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചത് അതും എടുത്തു. ഗ്രീൻ പീസ് മുന്നേ കൂട്ടി കുക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഞാൻ ചോറിൽ തന്നെ ഇട്ട് വിസിലടിക്കാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അത് കുക്കാവും എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പം ഞാൻ പച്ചക്കറികൾ എടുത്തോളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തത്. നീളത്തിൽ ആണ് കട്ട് ചെയ്തെടുത്തത്. അതേപോലെ ബീൻസ് കട്ട് ചെയ്തപ്പോൾ നടുക്കൊന്ന് ആദ്യം കട്ട് ചെയ്തെടുത്തു, എന്നിട്ടാണ് ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം പച്ചക്കറിയൊക്കെ മുറിച്ചെടുക്കാം. ഒരു അര കഷ്ണം തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അരിഞ്ഞപ്പോൾ കൂടുതലാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട അരി ഞാനൊരു 300 ഗ്രാം അരിയാണ് എടുത്തിരിക്കുന്നത്. അതായത് എൻ്റെ ഒരു ഗ്ലാസിൻ്റെ അളവിനുള്ള അരിയാണ് എടുത്തിരിക്കുന്നത്. ജീരകശാല റൈസാണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ പച്ചക്കറികൾ ഇരിക്കുന്നത്: ബീൻസ്, ക്യാരറ്റ്, ഉള്ളി. പിന്നെ ഇനി ഞാൻ സോയ ചങ്ക്സ് കുതിർത്തിട്ടിട്ടുണ്ട്, അത് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് ഓവർനൈറ്റ് ഇട്ട് വെച്ച ഗ്രീൻ പീസാണ്. അടുത്ത് നമുക്ക് ചതയ്ക്കാനുള്ള എടുക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക്. അപ്പോൾ ഇത്രയും ഞാൻ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ ഡയറക്റ്റായിട്ട് എല്ലാ പച്ചക്കറിയും അതിലാണ് വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ആദ്യം പട്ട, ഗ്രാമ്പു, ഏലക്കായ, ബേ ലീഫ്, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളകൊക്കെ ഉള്ള ആ കൂട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതും പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചക്കറി എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പിള്ളേർക്കൊക്കെ സ്കൂളിലേക്ക് നമുക്ക് കൊടുത്തയക്കാൻ പറ്റുന്നൊരു റൈസാണ് കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ആക്കുകയും ചെയ്യാം. അതേപോലെ അവർക്ക് കഴിക്കാനും തന്നെ ഇഷ്ടമാവും. ഇത് പ്രത്യേകിച്ച് ഒരുപാട് സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി അവർക്ക്. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇത്. അതുപോലെ ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അമ്മ ഒരു മഞ്ഞച്ചോറ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഒന്നുമില്ല, മഞ്ഞപ്പൊടി ഇടുന്ന കാരണം ഇതിൻ്റെ കളറ് മഞ്ഞ കളറായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിന് മഞ്ഞച്ചോറ് എന്നുള്ള പേര് വന്നത്. അതും ഒരു സാലഡും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിക്കുമായിരുന്നു. ഞാനിപ്പോൾ പിള്ളേർക്ക് വേണ്ടി ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നിരുന്നതാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഓർത്തുപോയി ഇത് ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ ആ ഉള്ളി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും ഒന്നിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ദാ ഉള്ളി ഒരുവിധം കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ബാക്കി അരിഞ്ഞു വെച്ച എല്ലാ പച്ചക്കറികളും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിലേക്ക് എല്ലാം ആഡ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കരുത്. ഇതിൽ ഞാൻ പച്ചമുളക് സെപ്പറേറ്റ് അരിഞ്ഞിട്ടിട്ടില്ല. കാരണം ബീൻസും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ മക്കൾ ഇനി അറിയാതെ എടുത്ത് കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ജാറിലടിച്ച കൂട്ടത്തിൽ അതിൽ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എത്രയാണോ സ്പൈസി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാവുന്നതാണ്. ഇതിൽ അരിഞ്ഞിടാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനത് ചെയ്തിട്ടില്ല. ഇതിൽ ഇനി ഞാൻ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. വേറെ ഒരു പൊടികളും ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു വെജിറ്റബിൾ റൈസിലേക്ക് ആകെ ഒരു ഗരം മസാല മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പം മുന്നേ പറഞ്ഞ പോലെ ഞാൻ 2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഗരം മസാലയുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചൂടാക്കാൻ വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ അരി 1 ഗ്ലാസ്സാണ് അളന്നെടുത്തത്. അപ്പോൾ അതിലേക്ക് വേണ്ട 2 ഗ്ലാസ് വെള്ളം ഞാൻ വേറൊരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഗരം മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ചൂടാക്കി വെച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്ര ആവശ്യം എന്നുള്ളത് വെച്ചാൽ അതിനേക്കാൾ ഒരു പിഞ്ച് കൂടുതൽ ഉപ്പ് നമുക്ക് ടേസ്റ്റ് വേണം. എന്നാലേ അത് ചോറിലേക്ക് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളത്തിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ കുക്കർ അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഞാൻ 2 വിസിലാണ് ഞാനിവിടെ ഇതിന് കൊടുത്തത്. നിങ്ങളുടെ അരിൻ്റെ വേവ് എങ്ങനെയാണോ അതിനനുസരിച്ച് വിസിലടിക്കുന്നതിന് മാറ്റം വരുത്തണം. അപ്പോൾ ചില അരിക്ക് 1 വിസിൽ മതിയാവും, ചില അരിക്ക് 2 വിസിൽ വേണം. അപ്പോൾ ഞാനിവിടെ 2 വിസിലാണ് എൻ്റെ അരിക്ക് ഇടുന്നത്. അപ്പോൾ നമുക്കത് കാണാം. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുത്തത്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കുകയാണ്. ഈ അരി ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ല. ഞാൻ നേരെ കഴുകി ഒരു അരിപ്പയിൽ അരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ
ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് സോക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഈ അരി. അപ്പൊ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനി അടച്ചു വെക്കുകയാണ്. എന്നിട്ട് 2 വിസിലടിക്കും. ഈ കുക്കറിന്റെ ആവിയൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാനത് തുറക്കുള്ളൂ. അപ്പൊ ഞാൻ ഇനി കാണിച്ചു തരാം എങ്ങനെയാണ് എൻ്റെ തുറന്നപ്പോഴുള്ള അവസ്ഥ എന്നുള്ളത്. അപ്പൊ അതാ ചോറൊക്കെ നല്ല കറക്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കിതിനി ഇളക്കി നോക്കാം. അപ്പോൾ വലിയ തവിയൊന്നും എടുത്താൽ ഇളക്കരുത് ആദ്യം തന്നെ. അപ്പൊ നമ്മളൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഇളക്കുന്നത്. നമ്മൾ ഒരിക്കലും വലിയ തവിയൊന്നും എടുത്തിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ഫോർക്ക് വെച്ച് ഇളക്കുമ്പോൾ നമുക്ക് ഉടയില്ല. ഇനി നമുക്കിതിലേക്ക് ഉള്ളി നെയ്യിൽ വറുത്തത് ഇടണം. അതും മുന്തിരിയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കുക്കറിലേക്ക് തന്നെയാണ് ഞാൻ ഡയറക്റ്റ് ഉള്ളി വറുത്തതും മുന്തിരിയും ഇട്ടത്. അപ്പോൾ എൻ്റെത് ഇപ്പം ഇങ്ങനെയുള്ളത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഇളക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ എൻ്റെ വെജിറ്റബിൾ റൈസ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഉള്ളിയൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. വറവിട്ട ഉള്ളി കേട്ടോ. അതൊക്കെ എല്ലായിടത്തും എത്തുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോഴാണ് ഒരു ബിരിയാണീൻ്റെ ഒരു രുചി വരുന്നത്. അപ്പോൾ അത് ആ ഗ്രീൻ പീസൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു 2 വിസിലേ അടിച്ചിട്ടുള്ളൂ, എന്നാലും നല്ലപോലെ വെന്തിട്ടുണ്ട് കണ്ടില്ലേ. അപ്പം എല്ലാവരും ഈ ചോറൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്ക് പറ്റിയൊരു റൈസാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ മക്കൾക്കൊന്ന് കൊടുക്കട്ടെ, അവരെന്താ പറയണത് നോക്കണം. അപ്പോൾ അത് ഒരാളിവിടെ തൈരും പപ്പടവും കൂട്ടിയാണ് കഴിക്കുന്നത്. അവന് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്, ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അടുത്ത ആള് അപ്പുറത്തിരിക്കുന്നുണ്ട്. അവനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇതാ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അടുത്ത ആള്. അപ്പൊ അവൻ അതിലത്തെ ക്യാരറ്റും സോയാ ചങ്ക്സും ഗ്രീൻ പീസിനെ കടല എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അതൊക്കെ പെറുക്കിയെടുത്ത് കഴിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ മാത്രമേ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ പെറുക്കി ഒരു ഭാഗത്ത് എടുത്ത് വെക്കുകയോ ചെയ്യുക, കഴിക്കില്ല. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇഷ്ടമുള്ളത് മാത്രം അതിലേക്ക് ആഡ് ചെയ്തത്. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എങ്ങനെയുണ്ട് എന്ന് പറയൂ. ഓക്കെ, ബൈ.